ജിമ്മും വർക്കും ജിമ്മിലത്തെ ആൾക്കാരും വർക്കും എല്ലാ കാര്യം ഞാൻ പറയാം. ഹലോ ഗൈസ്, ഇങ്ങനൊരു ഓൺ വോയിസ് വീഡിയോ ഇങ്ങനെ എടുക്കേണ്ടി വരുന്നത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കെന്തോ ഇത് പറയണം തോന്നി. ജിം എന്ന് പറയുന്ന സംഭവം അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇങ്ങനെ ഒരു ആളാണ് ജിമ്മിൽ ഇങ്ങനെ പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ജിമ്മിനെ കുറിച്ച് അറിയാം, ആ ജിം ട്രെയിനറെ കുറിച്ച് അറിയാം. എന്തുവാ പിന്നെ നമുക്കൊരു കമ്പനി ആയിട്ട് പോവാം, ഒരാളെയും കൂടി കൂട്ടിയിട്ട് പോവാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ലോണം ജിമ്മും വർക്കും ജിമ്മിലത്തെ ആൾക്കാരും വർക്കും എല്ലാ കാര്യം ഞാൻ പറയാം. എൻ്റെ പോലെ നമ്മൾ ജിമ്മിന് പോകുമ്പോൾ ജിമ്മിൻ്റെ പേയ്മെൻറ്റ്, അതേപോലെ തന്നെ ചിലപ്പോൾ അഡ്മിഷൻ ഫീസ് ഉണ്ടാവും, അതേപോലെ ജിമ്മിനിട്ടുള്ള ഡ്രസ്സ്, ഷൂസ്, ബാഗ്, ടർക്കി, അങ്ങനെ പിന്നെ കയ്യിലിടാനുള്ള ബാൻഡ്, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കും പൈസ കൊടുത്തിട്ട്. ഞാൻ അതെല്ലാം വാങ്ങിച്ചൊന്നുമല്ല, കുറച്ചൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ബട്ട് എന്ന് വാങ്ങിച്ചിട്ട് അതൊന്നും യൂസ് ചെയ്ത് അല്ലെങ്കിൽ അതൊന്നും പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ജിമ്മ് വെറുക്കാനും അതേപോലെ തന്നെ ജിമ്മ് ഡ്രോപ്പ് ചെയ്യാനും നിൽക്കുന്നതിൻ്റെ ഭേദം നമ്മൾ നന്നായിട്ടൊന്ന് പഠിക്കുക ജിമ്മിനെ കുറിച്ചിട്ട്. ഒറ്റയ്ക്ക് പോകാതിരിക്കുന്നതാണ് മാക്സിമം നല്ലത്. എല്ലാ ജിമ്മും എല്ലാ ജിം ട്രെയിനേഴ്സും ഇങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലത്തെ വല്ല എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ജിം ട്രെയിനറോ അല്ലെങ്കിൽ ജിമ്മിലത്തെ ആൾക്കാരെ ഞാൻ ഒന്നും പറയുന്നില്ല, ഇതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ആരെങ്കിലും ഒറ്റയ്ക്ക് പോകാനായിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ കൂടെ ഒരാളെ വിളിച്ച് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ, അല്ലെങ്കിൽ ആ ജിമ്മിനെ കുറിച്ച് അറിഞ്ഞു പോകുന്നതായിരിക്കും. എനിക്കറിയാൻ ഒരു വഴി ഉണ്ടായില്ല, ഞാൻ പോയി കണ്ടു സംസാരിച്ചു വന്നു എന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ. എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഞാൻ പോയതാണ്, ആഗ്രഹം അങ്ങോട്ട് തീർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.